പെട്ടെന്ന് കൃഷിയിലേക്ക് വന്ന ആളല്ലേ. എൻ്റെ മക്കൾക്ക് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തപ്പം ഒരു വിഷത്തിൻ്റെ മണം, അല്ലാതെ ഒരു ബാഡ് സ്മെല്ല് വന്നപ്പോൾ എനിക്ക് തോന്നി അത് കഴിക്കാൻ കൊള്ളത്തില്ല. എന്നിട്ട് ഞാനതെടുത്ത് കളഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള സാധനം കൊടുക്കത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ സാധനം, നല്ല ശുദ്ധമായിട്ടുള്ള സാധനമേ കൊടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൃഷി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പന്തളം NSS കോളേജിലാണ് പഠിച്ചത്. MSc ബോട്ടണി വരെ പഠിച്ചു. അപ്പോൾ നമ്മൾ അന്നേരം പ്ലാന്റ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. പക്ഷേ എനിക്ക് പ്രാക്ടിക്കൽ സൈഡൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മൂമ്മ നല്ലൊരു കൃഷിക്കാരിയായിരുന്നു. അപ്പം പല പല ചെടികളെ, ചെറിയ ഈ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിനെ ഒക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി മാത്രമേ ചെയ്യുന്നുള്ളായിരുന്നു. അത് എക്സ്ട്രാ ആയപ്പം, കൂടുതലായപ്പോൾ ഞാൻ അയൽവക്കത്തുള്ളവർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പം അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു. അവർക്കതിൻ്റെ രുചി, നമ്മൾ നല്ല ശുദ്ധമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അവർക്കതിൻ്റെ രുചി അറിഞ്ഞപ്പം വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങി.